ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനലിൻ്റെ പേര് സ്വിസ് സഞ്ചാരി. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് ഞാൻ താമസിക്കുന്ന ഒരു വില്ലേജാണിത്. ഇതിൻ്റെ പേര് ആൽഷ്വിൽ ഡോർഫ് എന്നാണ്. ആൽഷ്വിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഡോർഫ് എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്നാണ് അർത്ഥം. പണ്ട് ഞങ്ങളിവിടെ താമസം തുടങ്ങിയ കാലത്ത് ഇതൊരു ഗ്രാമമായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടായത്. ഇപ്പോൾ മത്സരിച്ച് ഒരു നഗരം പോലെയായി മാറിയിട്ടുണ്ട്. എന്നാലും ഈ ഡോർഫ് എന്ന് പറയുന്ന വില്ലേജ് എന്ന് പറയുന്ന ഈ പ്രദേശം ഇപ്പോഴും ആ പഴമയുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. എനിക്ക് ചുറ്റും നിങ്ങൾ ഈ കാണുന്ന വീടുകൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇത് മധ്യ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വീടുകളാണ്. റീഗൽ ഹൗസ് എന്നാണ് ഇതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഹാഫ് ടിമ്പേർഡ് ഹൗസസ് എന്നും പറയും. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഇതിനകത്ത് AC ഇരിക്കുന്ന മാതിരിയായിരിക്കും. 20 ഡിഗ്രിയിൽ താഴെയായിരിക്കുമെന്ന്. പക്ഷേ ശൈത്യകാലത്ത് അതിശൈത്യവുമായിരിക്കും. കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിന്. പകുതി തടി, മറ്റേ ഇഷ്ടിക, അങ്ങനെ പലതുകൊണ്ടും നിർമ്മിച്ചിരിക്കുന്നത്. ഈ മധ്യകാലഘട്ടത്തിലെ നിർമ്മിതിയാണെങ്കിൽ പോലും ഇപ്പോഴും അതിജീവിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. യൂറോപ്പിൽ പ്രത്യേകിച്ചും ജർമ്മനിയിലാണ് ഇത്തരം റീഗൽ ഹൗസുകൾ ആദ്യമായിട്ട് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അതിന് കാരണം തടിയുടെ ലഭ്യതയാണ് എന്നാണ് അവർ പറയുന്നത്. ഈ വില്ലേജിലെ ഇത്തരം വീടുകളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഇത് പൊളിച്ചു കളയാനായിട്ട് അനുവദിക്കില്ല ഇവർ. കാലത്തിനനുസരിച്ച് ഇതിനുള്ളിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും മാറ്റാം. പക്ഷേ ആ ചട്ടക്കൂട് സ്കെൽട്ടൺ നമുക്ക് പൊളിച്ചു മാറ്റാൻ സമ്മതിക്കില്ല. ഇതിന് ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും, ഉള്ളിലൊക്കെ ഇതിൻ്റെ അത്യാധുനിക സംവിധാനങ്ങളാണ്. കാണുന്ന പല വീടുകളും ചരിഞ്ഞും മറിഞ്ഞും ചാഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യങ്ങളാണ്. പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. പുറത്ത് നമുക്ക് അത്യാവശ്യം പെയിൻറ്റിങ്, മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തടി മാറ്റി വയ്ക്കണം, എന്താ കേടായത് അത് മാറ്റി വയ്ക്കാം എന്നല്ലാതെ ഇത് മൊത്തത്തിൽ പൊളിച്ചു കളയാൻ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. ഈ റീഗൽ ഹൗസുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ആദ്യ അവസാനം ഈ വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, കൂട്ടത്തിൽ ഒരു ലൈക്കും കൂടി അങ്ങ് അടിച്ചേക്കുക. സമയങ്ങളായ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബീം ഹൗസ് അല്ലെങ്കിൽ ഹാഫ് ടിമ്പേർഡ് ഹൗസ് എന്നറിയപ്പെടുന്ന റീഗൽ ഹൗസിന് ജർമ്മൻ വാസ്തുവിദ്യയിൽ സമ്പന്നമായ ചരിത്രമുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ജർമ്മനിയിൽ മധ്യകാലഘട്ടത്തിൻ്റെ ആരംഭത്തോടെയാണ് ഇത്തരം വാസ്തുവിദ്യയുടെ ഉത്ഭവം. റീഗൽ ഹൗസ് നിർമ്മാണത്തിൽ തടി കൊണ്ടാണ് ആദ്യം ചട്ടക്കൂട് ഒരുക്കുന്നത്. വലിയ തടിഭീമുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിതിയുടെ ഘടന ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ കളിമണ്ണ്, ഇഷ്ടിക, വാട്ടിൽ, ഡാബ് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് കവർ ചെയ്യുന്നു. തടി സമൃദ്ധമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് റീഗൽ ഹൗസുകൾ ആദ്യമായി ഉത്ഭവിച്ചത്. പിന്നീട് 14ഉം 15ഉം നൂറ്റാണ്ടുകളിൽ അവ യൂറോപ്പിൻ്റെ പല ഭാഗത്തും വ്യാപകമായി. തടി കൊണ്ടുള്ള ഫ്രെയിം എളുപ്പത്തിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നതും തടിയുടെ ലഭ്യതയും ലളിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണവും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് വിപുലീകരിക്കാൻ കഴിയുന്നതും ഇത്തരം നിർമ്മിതികൾക്ക് അക്കാലത്ത് ജനപ്രിയമേറി. ജർമ്മനിയിൽ മാത്രമല്ല, യൂറോപ്പിലെ പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും റീഗൽ ഹൗസുകൾ സാധാരണമായിരുന്നു. റീഗൽ ഹൗസുകൾക്ക് സാധാരണയായി കുത്തനെയുള്ള ചരിവുള്ള മേൽക്കൂരകളായിരിക്കും. തടിബീമുകൾ ഇതിൻ്റെ പ്രത്യേക സവിശേഷതയാണ്. പലപ്പോഴും ജാമിതീയ പാറ്റേണുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ചരിത്രപരമായ അടയാളങ്ങളായി ഇത്തരം നിർമ്മിതികൾ പല നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും നിലനിൽക്കുന്നു. മധ്യകാല വാസ്തുവിദ്യയെയും ജീവിത രീതിയെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച ഇത് നമുക്ക് നൽകുന്നു. ജർമ്മനിയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും വാസ്തുവിദ്യാ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് റീഗൽ ഹൗസുകൾ. അവ പലപ്പോഴും മധ്യകാല നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ചരിത്രപരമായ മനോഹാരിതയ്ക്ക് ഉദാത്ത മാതൃകയാകുന്നു. ചരിത്രപരമായ ലാൻഡ്മാർക്കുകൾ, മ്യൂസിയങ്ങൾ, ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, സ്വകാര്യ വസതികൾ എന്നിങ്ങനെ നിരവധി റീഗൽ ഹൗസുകൾ സംരക്ഷിക്കപ്പെടുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾ പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഭാവി തലമുറയ്ക്ക് അവയുടെ അതുല്യമായ സൗന്ദര്യവും പ്രാധാന്യവും വിലമതിക്കാനാവും എന്നതിൽ സംശയം വേണ്ട. ചുരുക്കി പറഞ്ഞാൽ റീഗൽ ഹൗസുകൾ യൂറോപ്യൻ വാസ്തുവിദ്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായത്തെ പ്രതിനിധീകരിക്കുന്നു. അവ നിർമ്മിച്ച കമ്മ്യൂണിറ്റികളുടെ ചാതുര്യവും കരകൗശലവും സാംസ്കാരിക സ്വതത്വവും പ്രതിഫലിപ്പിക്കുന്നു.
ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പ്രദേശം സങ്കീർണമായ കൊത്തുപണികളുള്ള മനോഹരമായ റീഗൽ ഹൗസസിന് പേര് കേട്ടതാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാഗത ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് തടിയിൽ പ്രവർത്തിക്കുന്ന വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധരെ റീഗൽ ഹൗസുകളുടെ നിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നു. ഡിസൈൻ സ്പെസിഫിക്കേഷനുകൾക്ക് ശേഷം ചട്ടക്കൂടിനുള്ള തടി ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു. കെട്ടിടത്തിന്റെ ഘടനാപരമായ സമഗ്രത ഉറപ്പാക്കുന്നതിന് തച്ചുപണി നിർണായകമാണ്. ആധുനിക കാലത്ത് റീഗൽ ഹൗസുകൾ അതിൻ്റെ ആകർഷണീയതയ്ക്കും ചരിത്രപരമായ പ്രാധാന്യത്തിനും പ്രധാനപ്പെട്ടതാണ്. വാസ്തുവിദ്യ ലാൻഡ്മാർക്കുകൾ മാത്രമല്ല, അവ കാണപ്പെടുന്ന പ്രദേശങ്ങളുടെ സാംസ്കാരിക ചിഹ്നങ്ങൾ കൂടിയാണ് ഈ ഐക്കണിക് കെട്ടിടങ്ങൾ. ഇവ പരിപാലിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള സംരക്ഷണ ശ്രമങ്ങൾ തുടരുകയാണ്. മറ്റൊരു പുതു വീഡിയോ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നല്ല നമസ്കാരം. ഗുഡ് ബൈ.